യെസ്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി അനുവദിച്ച സമയം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി കോടതി ഈ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക് വരാൻ പോകുന്നത്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് വളരെ നിർണായകമാകാൻ പോകുന്ന ഒന്നായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. കാരണം ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്, അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് എങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമപരമായ സാധ്യതകൾ ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന് ഈ അന്വേഷണ സംഘം ഇപ്പോൾ നൽകിയിട്ടുള്ള കോടതിക്ക് മുന്നിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കോടതിക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളുടെ പങ്കെന്ത് എന്നുള്ളതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 6 പേർ ആണ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോഴും പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത് ഈ പ്രതികളിൽ ആരാണ് മുഖ്യ സൂത്രധാരൻ, ആരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ വില്ലൻ, ഇത് ഇപ്പോഴും നമുക്ക് അറിയില്ല. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിലും നമുക്ക് വ്യക്തതയില്ല. കാരണം ഈ അന്വേഷണ സംഘത്തോട് കോടതി വളരെ കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു, അന്വേഷണ ഘട്ടത്തിലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത്, വളരെ രഹസ്യ സ്വഭാവത്തിലുള്ളതായിരിക്കണം ഈ അന്വേഷണം, ഒരു ഡേറ്റയും പുറത്തുവിടരുത് എന്ന് നമ്മുടെ വാർത്താ സോഴ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ പത്മകുമാർ വരെ ഉള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അറസ്റ്റുകളിൽ നിന്ന് വളരെ കൃത്യമായി ഓരോരുത്തർക്കുമുള്ള പങ്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമതായി കോടതിക്ക് മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ ഉന്നതർ ഇടപെട്ടിട്ടുണ്ടോ എന്നതാണ്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ബൈജു അങ്ങനെയുള്ള നിരവധി ആളുകൾ നിയമത്തിന് മുന്നിലാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് കൂടുതൽ ഉന്നതർ ഇടപെട്ടിട്ടുണ്ടോ, അതായത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ, ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനടക്കം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടോ എന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്നത്തെ റിപ്പോർട്ടിൽ കോടതിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള എന്നത് ഒരു തുടർ തട്ടിപ്പുകളുടെ ഭാഗമാണോ, അതായത് സ്വർണ്ണക്കൊള്ള, അതായത് 98-ൽ ആണ് വിജയ് മല്യ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം സ്വർണ്ണപ്പാളികൾ പൊതിയുന്നത്. അതിനുശേഷം അതിൻ്റെ തിളക്കം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നത്. പിന്നീടും ഈ സ്വർണ്ണപ്പാളി പരിശോധിക്കുന്നതിന് അനുമതി നൽകിയ സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പറ്റിയ ഒരിടമാണ് ശബരിമല എന്ന് തട്ടിപ്പുകാർ തിരിച്ചറിഞ്ഞിരുന്നു. ഒന്നിലധികം തവണ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, കട്ടിളപ്പടി അടക്കം മാറ്റിയത് അത്തരം തുടർ തട്ടിപ്പുകളുടെ ഭാഗമായാണോ? അങ്ങനെ സമ്പൂർണ്ണമായൊരു റിപ്പോർട്ട്, അതാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ശബരിമലയിൽ നടന്നിട്ടുള്ള മുഴുവൻ തട്ടിപ്പുകളുടെയും വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആയിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ നടത്തിയ ഒരു പരാമർശം എന്നത് ഇതിന് രാജ്യാന്തര പുരാവസ്തു കൊള്ളയുടേതിന് സമാനമായൊരു സ്വഭാവമുണ്ട്, അത്തരം തട്ടിപ്പുകളാണോ നടന്നത്? നമുക്കറിയാം ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഒക്കെ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പഴമയുള്ള വസ്തുക്കൾക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്ന വസ്തുക്കൾക്കൊക്കെ വലിയ വിലയാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു കൊള്ള നടന്നിട്ടുണ്ടോ എന്ന സംശയം പോലും കോടതി ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോഴത്തെ കോടതി നടപടികളൊക്കെ ഏറെ നിർണായകമായി മാറുന്നത് എന്നതാണ് പ്രിയ പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകാൻ, കോടതിയിലെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴത്തെ റിപ്പോർട്ടിലൂടെ സാധിക്കുമോ? അതിൻ്റെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരാൻ പോകുന്നത്. കാരണം നിലവിൽ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം നമുക്കറിയില്ല. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. സജിത്ത്, അപ്പോഴും ഒരു ഇടക്കാല റിപ്പോർട്ടെന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. കാരണം കോടതി അനുവദിച്ച സമയം അവസാനിക്കുകയാണെങ്കിൽ പോലും കൂടുതൽ സമയം അന്വേഷണ സംഘത്തിന് വേണ്ടിവരും എന്നതിൽ തർക്കമില്ലല്ലോ. കാരണം ഘട്ടം ഘട്ടമായാണല്ലോ ഓരോ പ്രതികളിലേക്കും അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചത്. ഇപ്പോഴത് പത്മകുമാറിലേക്ക് എത്തുമ്പോൾ നിലവിൽ നൽകുന്ന റിപ്പോർട്ട് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സജിത്ത്?
അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെറിയ കൂട്ടിച്ചേർക്കലിൽ കൂടി നമുക്ക് നടത്താം. ഒരു വട്ടം സമയം ദീർഘിപ്പിച്ച് നൽകിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊരു അന്തിമ റിപ്പോർട്ടായി തീരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതായത് ഇടക്കാല റിപ്പോർട്ടുകൾ 2 തവണയായി കോടതിക്ക് മുന്നിൽ വന്നിരുന്നു. ഇതിനുശേഷം ഇന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഇതൊരു അന്തിമ റിപ്പോർട്ടായേക്കാം. അതല്ലെങ്കിൽ കൂടുതൽ സമയം ദീർഘിപ്പിച്ച് നീട്ടി നൽകണമെന്നൊരു ആവശ്യം കോടതിക്ക് മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ ഇനി പുറത്തു വരാനിരിക്കുന്നത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വാസു ഒപ്പം പത്മകുമാർ, ഇതിനപ്പുറം ഇനി ആര് എന്ന ചോദ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് ഉയർന്ന ചോദ്യം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകളാണ്. പക്ഷേ അതിലേക്ക് അന്വേഷണ സംഘം വരുമോ? വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല, നമുക്കറിയാം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് വരുമോ? അതല്ല ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആളുകളിലേക്ക് മാത്രമായി അന്വേഷണം ഒതുങ്ങുമോ? അത് തന്നെയാണോ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ എന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇനിയും സമയം ദീർഘിപ്പിച്ച് ചോദിച്ചാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ SITയുടെ നീക്കം കൂടുതൽ പേരിലേക്കാണ് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്നു ഈ അന്വേഷണ സംഘത്തെ. അതുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ആ വഴിയിൽ തന്നെ നടക്കുന്നു എന്ന് കരുതാം. ഇത് മൂന്നാമത്തെ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇടക്കാല റിപ്പോർട്ടുകളാണോ ഇപ്പോൾ വന്നിരിക്കുന്ന അന്തിമ റിപ്പോർട്ടാണോ എന്ന കാര്യം കോടതിയുടെ നടപടികളിൽ കൂടി അല്പം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിന്റെ തുടർച്ച എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പത്മകുമാറിനപ്പുറം ഇനി ആരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഈ റിപ്പോർട്ടിലുണ്ടാകും. യെസ്, അതാണ് പത്മകുമാറിനപ്പുറം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം. സജിത്ത് തുടരുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ പോകുന്ന സംശയം എന്നത് പത്മകുമാറിലേക്ക് വരെ എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ്. ആ ഡേറ്റ ഞാൻ പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് ഒന്ന് പങ്കുവയ്ക്കാം. കാരണം ഈ കേസിൽ, അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ ആരൊക്കെയാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ അറസ്റ്റിലായവരുടെ പട്ടിക എന്ത് എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് എങ്ങനെ എന്ന് അറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാഹചര്യം നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ആദ്യം പുറത്തേക്ക് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലുണ്ടായ സ്വാധീനം എത്രത്തോളം വലുത് എന്ന് എല്ലാവർക്കും അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഈ തട്ടിപ്പിൻ്റെ മൂലകേന്ദ്രം എന്ന് പറയുമ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റൊരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ടോ, മറ്റു വില്ലന്മാരുണ്ടോ? അതാണ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. പക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ശബരിമലയിൽ എത്തുന്നു, ശബരിമലയിൽ ഉള്ളവരുമായി നല്ല അടുപ്പം സ്ഥാപിക്കുന്നു. ശബരിമലയിൽ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾ, ഒപ്പം എന്തിനു പറയുന്നു മന്ത്രിയുമായി പോലും, അതായത് ദേവസ്വം മന്ത്രിമാരുമായി പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്.